ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫോമാറ്റിക്. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാഹനമാണ് മാരുതിയുടെ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ചെയ്യുന്നത്? ഹാച്ച് ബാക്ക് എന്ന മോഡലിൽ നിന്നും ഒരുപടി മുകളിൽ നോക്കുന്നവർക്ക് എപ്പോഴും നല്ല ബെസ്റ്റ് ഒരു ചോയ്സാണ്. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു മോഡൽ തന്നെയാണ് മാരുതിയുടെ ഫ്രോങ്സ് എന്ന ഈ മോഡൽ. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ വാഹനമാണ് ഡെൽറ്റ പ്ലസിൽ വരുന്നത്. ആൽഫയിലോട്ട് വരുമ്പോൾ 3 സിലിണ്ടർ ടർബോ വേരിയൻ്റ് ഉള്ള ഒരു മോഡലാണ് വരുന്നത്. അതിൽ കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ് ടർബോ വേരിയൻ്റ് വരുമ്പോൾ. അത് 3 സിലിണ്ടറാണ്. പക്ഷേ ഈ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 സിലിണ്ടർ എന്തോ കൊള്ളാത്ത സാധനമാണ്, അല്ലെങ്കിൽ 3 സിലിണ്ടറിന് പവറില്ല. 3 സിലിണ്ടർ എന്ന് പറയുന്ന വാഹനത്തിൽ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് മെയിനായിട്ട് പറയാവുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ കുറച്ച് നോയ്സിയാണ്, വൈബ്രേഷൻ കൂടുതലാണ്. പക്ഷേ പഴയ 4 സിലിണ്ടർ എന്ന് പറയുന്നത് അത് ഒറ്റ ഹെഡേ വരുന്നുള്ളൂ, സിംഗിൾ ഓവർ ഹെഡ് ക്യാമാണ്. പക്ഷേ 3 സിലിണ്ടർ വാഹനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത് DOHC ആണ്, ഡുവൽ ഓവർ ഹെഡ് ക്യാമാണ്. വാഹനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടും. 3 സിലിണ്ടറിൽ മാക്സിമം നമുക്ക് മൈലേജ് തരികയും, കമ്പനിക്കാർക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ ടൈമിൽ കോസ്റ്റ് വളരെ ലാഭകരമായിരിക്കും അവർക്ക്. 4 സിലിണ്ടർ മേക്ക് ചെയ്യുന്നതിനെക്കാട്ടി കുറേ കൂടെ ലാഭകരമാണ് 3 സിലിണ്ടർ മേക്ക് ചെയ്യുന്നത്. ഈ എൻജിൻ നോയ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പവറിലാണ് എല്ലാവർക്കും ഒരു സത്യത്തിൽ വാഹനത്തിൻ്റെ പവർ അറിയാത്ത ആളുകളാണ് പലരും വാഹനത്തെക്കുറിച്ച് 3 സിലിണ്ടർ ആണ്, അയ്യോ 3 സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കരുത്. 3 സിലിണ്ടറിന് വരുന്ന ആ ഒരു ചെറിയ ലാഗൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ടർബോ വേരിയൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. 3 സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ മാക്സിമം ടർബോ വരും. നമ്മൾ ബഡ്ജറ്റിലി ആണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മാത്രമല്ല നമ്മൾ കുറച്ചുകൂടെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ടർബോ വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു ഓപ്ഷൻ. ഒരു ഹൈവേ റൈഡിലാണ്, എന്ന് വെച്ചാൽ ലോങ് ട്രിപ്പിലാണ് ആ ടർബോയുടെ ഒരു ഫുൾ ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗ്രാൻഡ് വിറ്റാരയാണോ ഫ്രോങ്സ് ആണോ എന്ന് അറിയാനായിട്ട് ഒത്തിരി പാടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ കാണുന്ന 3 പീസ് LED ഹെഡ്ലൈറ്റ് തന്നെയാണ്. അത് കൊള്ളാം, നല്ല പവർഫുള്ളാണ്. പിന്നെ വിറ്റാരയുടെ സെയിം ഗ്രില്ല് തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ അത് പുതിയൊരു പാറ്റേൺ ഗ്രില്ലാണ്. പക്ഷേ അതിൽ ക്രോമിൻ്റെ സ്ട്രോക്ക് ഇല്ല. വിറ്റാരയും ഫ്രോങ്സുമായിട്ടുള്ള മെയിനായിട്ടുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യത്യാസം ഈ 2 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലാമ്പും അതും എല്ലാം സെയിം തന്നെയാണ്. അലൂമിനിയം ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും വണ്ടിക്ക് ഒരു കുറച്ചുകൂടെ ഒരു ഗാംഭീര്യം തോന്നുന്നൊരു സംഗതി തന്നെയാണ്. ഇത് 16 ഇഞ്ച് ടയറാണ്, 195 ഉള്ളൂ. ഒരു 205-17 ഉള്ളൊരു ടയർ ആവാമായിരുന്നു. അതായിരുന്നു ഈ വാഹനത്തിൻ്റെ ബോഡിക്ക് പറ്റിയത്. കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായേനെ. വാഹനത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോഴും ഒരു SUV ഒരു ചെറിയൊരു SUV ആയിട്ടുള്ള ഒരു നല്ലൊരു ഫീലൊക്കെ ഉണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഒരു മസ്കുലാരിറ്റി കൂട്ടുന്നത് ആ വീലാർച്ചിൻ്റെ മുകളിൽ വരുന്നൊരു ക്ലാഡിങ് ആണ്. ആ ഒരു ബാക്ക് പോർഷനിലോട്ട് വരുമ്പോൾ സി പില്ലർ കഴിഞ്ഞിട്ട് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കൂപ്പേ സ്റ്റൈൽ ഡിസൈനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അതും വാഹനത്തെ ഒരു മറ്റുള്ള വാഹനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം നൽകുന്നത് ആ ഒരു പോർഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നിലോട്ട് വരുമ്പോൾ ഒരു മോഡേൺ രീതിയിലുള്ള ആ ഒരു കണക്റ്റഡ് LED ടെയിൽ ലാമ്പ്. ഇത് 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. ഒരു 17 ഇഞ്ച് ടയർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടിയേനെ. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സെൻറ്ററിൽ വന്നിരിക്കുന്ന മാരുതിയുടെ ലോഗോയും ഫ്രോങ്സിൻ്റെ ബാഡ്ജിങ്ങും മാത്രമേ ഉള്ളൂ. റിയറിൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ വരുന്നില്ല ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ. പിന്നെ റിവേഴ്സ് ക്യാം ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് നൽകിയിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ബാക്കിൽ നല്ലൊരു സ്പോയിലറുണ്ട്. ഈ മോഡലിൽ റിയർ വൈപ്പർ വരുന്നില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ ORVM വരുന്നത്. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ എല്ലാം ഡുവൽ ടോണിലാണ് നൽകിയിരിക്കുന്നത്. നല്ല ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള റെഡ് കളറിലെ ടോണും പിന്നെ ബ്ലാക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഴയതിനേക്കാളും മാരുതി പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് എലമെന്റ് ഇതിൽ തീരെ ഇല്ലയെന്ന് തന്നെ പറയണം ഇന്റീരിയറിൽ. കാരണം മാക്സിമം വില കുറക്കണമല്ലോ. എവിടെയൊക്കെ കുറക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറക്കണ്ടേ. സേഫ്റ്റി ഫീച്ചറായിട്ട് ഇതിൽ ABS ഉണ്ട്, ഹിൽ അസിസ്റ്റ് ഉണ്ട്, ESP ഉണ്ട്, എന്നുവെച്ചാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്, ഇമ്പാക്ട് സെൻസിങ് ഓട്ടോ അൺലോക്ക് ഡോറാണ് വരുന്നത്. അതിപ്പോൾ വാഹനങ്ങളിലെല്ലാം നൽകി വരുന്നുണ്ട്. അത് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് അൺലോക്ക് ആവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോട് കൂടിയ AC ആണ് നൽകിയിരിക്കുന്നത്. റിയർ AC ഇവന്റ് നൽകിയിട്ടില്ല. അതും കൂടെ ആവാമായിരുന്നു. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉള്ളൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ അത്യാവശ്യ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ കോൾ അസിസ്റ്റ് ബട്ടൺസും സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ വലിയ കാര്യം എന്ന് പറയുന്നത് എല്ലാ ഡോറിലും കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ഗിയർ നോബിലൊക്കെ ഒരു പ്രീമിയം ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ ഡോർ പാഡിൽ ലെതറും ഫാബ്രിക്കും കൂടെ ഉള്ള ഒരു നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തെ ഡോർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് കോപ്പർ ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ട്രാഫിക് എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ വാഹനത്തെക്കാട്ടി എനിക്ക് കുറേ കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. പക്ഷേ ഞാനെപ്പോഴും ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള റൈഡിൽ എനിക്ക് എപ്പോഴും മാനുവലിനോടാണ് ആ ഒരു താല്പര്യമുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പാഡൽ ഷിഫ്റ്റ് എങ്കിലും വേണം. എന്നാലേ വണ്ടി ആ ഒരു ഫുൾ ഇതിൽ നമുക്ക് കിട്ടുള്ളൂ, ഫുൾ ഫീലിംഗ് കിട്ടുള്ളൂ ഡ്രൈവിങ്ങിൻ്റെ. ടൊയോട്ടോ റീബാഡ് ചെയ്തിട്ട് ടൈസർ എന്ന് പറയുന്നൊരു മോഡൽ ഇറക്കുന്നുണ്ട്. അത് സെയിം ഫ്രോങ്സ് തന്നെയാണ്. അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ വഴി അറിയാൻ പറ്റും. വാഹനം എടുക്കാൻ പോകുന്നു എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയെ ഡയറക്റ്റ് കണ്ണടച്ച് വിശ്വസിക്കുകയോ ഇല്ലെങ്കിൽ അവരിറക്കുന്നൊരു മോഡൽ, പുതിയതായിട്ടുള്ളൊരു മോഡൽ ഇറക്കുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് എടുക്കാനൊരു മടിയുണ്ടാവും. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ മോഡൽ, അതിൻ്റെ റിലയബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ പറയുന്ന ഫ്രണ്ട്സ് വരെ ആദ്യം ഇറക്കിയ സമയത്ത് അത്ര അങ്ങോട്ടൊരു ആൾക്കാർക്ക് എടുക്കാനൊരു മടിയായിരുന്നു. കാരണങ്ങൾ പലതാണ്. അതിലൊന്ന് ബലേനോ തന്നെയല്ലേ ഫ്രോങ്സ് എന്ന് പറയുന്നത്. ഏറെക്കുറെ ശരിയാണ്. ബലേനോയുടെ ഉൾഭാഗം തന്നെയാണ് ഈ പറയുന്ന ഫ്രോങ്സിലും. പക്ഷേ ബലേനോയിൽ നിന്നും ഫ്രോങ്സിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഡാഷിലായാലും സീറ്റിലായാലും ആ ഒരു ഡുവൽ ടോൺ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഫാബ്രിക് സീറ്റാണ്. നല്ല തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ സീറ്റിങ്ങിൽ. ഇതിൽ ഡ്രൈവർ സൈഡിലെ സീറ്റിൽ പോലും ഹൈറ്റ് അഡ്ജസ്റ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വാഹനത്തിൽ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്പേസ് തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ റോയിലായാലും സെക്കൻഡ് റോയിലായാലും നമുക്ക് സ്പേസ് നല്ല സൂപ്പറായിട്ടാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഇതൊരു ഹാച്ച് ബാക്കിൽ നിന്നും ഈ ഒരു ക്രോസ് ഓവറിലോട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റും അത് തന്നെയാണ്. ഞാനിപ്പോൾ കോ ഡ്രൈവർ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ടും ഡ്രൈവർ സൈഡിലെ സീറ്റ് ഏറ്റവും മാക്സിമം ബാക്കോട്ട് വന്നിട്ടിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ബാക്കിലെ സ്പേസ് എത്രയുണ്ടെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഈ ഫ്രണ്ട് സീറ്റ് ഇത്ര ഇറക്കിയിട്ടിട്ട് ഇപ്പോൾ കയറിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാക്കിയത്. വേറൊന്നുമില്ല, ഇതിൻ്റെ ഡോറ് 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്. ഇത്രയും ഇറക്കിയിട്ടിട്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ബി പില്ലർ കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് സീറ്റിംഗ് ഇരിക്കുന്നു. പക്ഷേ നമ്മൾ അത്രയും ഇതായിട്ടിരുന്നിട്ടും ഡോറ് തുറന്ന് കയറിയിട്ടും എനിക്കതൊരു ഒരു ഇടുങ്ങി കയറുന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഈ 90 ഡിഗ്രി ഓപ്പണിംഗ് ഉള്ള ഡോറുകൾ വരുമ്പോൾ ഉള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. പിന്നെ ഇതിൽ ഇത്രയും ഇറക്കിയിടുമ്പോൾ എനിക്ക് ജസ്റ്റ് കയറി കയറി ഇരുന്ന് യാത്ര ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 6 ഫീറ്റ് മേളിൽ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മളെപ്പോഴും ബാക്കിൽ കയറിയിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമ്മൾ കംഫർട്ടായിട്ടിരിക്കുവാണെങ്കിൽ നോർമലി ഉള്ള ആൾക്കാർ അവർക്ക് കുറേ കൂടെ കംഫർട്ടായിരിക്കും. ഇതിപ്പം ഫുള്ള് ഇറക്കിയിട്ടത് കൊണ്ടിട്ട് എൻ്റെ കാല് മുട്ടുന്നുണ്ട്. പക്ഷേ കാല് മുട്ടുന്നുണ്ടെങ്കിലും
ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഡിസൈൻ കൊണ്ട്, കാരണം ഇവിടം വരെ നല്ലൊരു കട്ടിയായിട്ടുള്ള പോർഷനാണ്, പക്ഷേ ഇവിടെ കുറച്ച് ഗ്യാപ്പാണ്, നല്ല ഗ്യാപ്പാണ്, ഇവിടെ നെറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ താഴത്തോട്ട് കാല് വെച്ചാലും വലിയ കുഴപ്പമില്ലാതെ 10-40 കിലോമീറ്ററൊക്കെ പോകുന്ന ട്രിപ്പിനൊക്കെ ആണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ ഇരുന്നാലും ഒരു ലോങ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇരിപ്പിലാണെങ്കിൽ പണി കിട്ടും, എൻ്റെ കാലിനൊക്കെ നല്ല ഇതായിരിക്കും, പെയിനാകും. ഇതിൻ്റെ ഹെഡ് റൂം വരുന്നത് നല്ല സൂപ്പർ ഹെഡ് റൂമാണ് വരുന്നത്. ഇവിടെയൊക്കെയാണ് ബലേനോയിൽ നിന്നും, എന്ന് വെച്ചാൽ ഒരു ഹാച്ച് ബാക്കിൽ നിന്നും ഒരു ക്രോസ് ഓവർ സെക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ലെഗ് സ്പേസ്, ഹെഡ് റൂം, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കുറേ കൂടെ സ്പേഷ്യസ് ആയിരിക്കും. ഇപ്പോൾ അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ പ്രായമുള്ളവർ, അവിടെയാണ് മെയിനായിട്ടൊരു പോയിന്റ് വരുന്നത്. ഇപ്പോൾ പ്രായമുള്ളവർ വീട്ടിൽ നമ്മുടെ ഫാമിലിയിൽ പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കും ഇരിക്കാനും ഇച്ചിരി കാലം അല്പമൊക്കെ നീട്ടി വെക്കാനും ഒക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അത് അക്കാര്യത്തിലൊക്കെ ഫ്രോങ്സിൽ വന്നിരിക്കുന്ന സീറ്റിംഗ് ആയാലും, ഇതിപ്പോൾ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ്, എന്നിട്ട് ഇതിൻ്റെ സീറ്റിംഗ് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മൂന്നാമത്തെ ആൾക്ക് ഇരിക്കാം, പക്ഷേ മൂന്നാമത്തെ ആൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആയിട്ടും ഇതിന് റിയർ AC വെൻ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു മോഡൽ എന്നല്ല, ബേസിക് മോഡൽ തൊട്ട് റിയർ AC വെൻ്റ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഈ ഒരു ചൂടിൽ നമുക്ക് റിയർ AC വെൻ്റ് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഒരു ബ്ലോവർ കൊടുക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് കോസ്റ്റിൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ തുച്ഛമായൊരു ക്യാഷ് കൂടുതലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ റിയർ AC വെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കസ്റ്റമേഴ്സിന് എപ്പോഴും നല്ലത്. നമ്മൾ കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് മാക്സിമം ഫ്രണ്ടോട്ടാണ് ഇരിക്കുന്നത്. എനിക്കിത് ഇത്രയും കാര്യം ഇങ്ങനെ വിശാലമായിട്ട് വെച്ച് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിയൊക്കെ പോവാം, അത്രയും സൂപ്പറാണ്. ഈ 90 ഡിഗ്രി ഓപ്പണിങ് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇനി വരുന്ന എല്ലാ വാഹനങ്ങളും 90 ഡിഗ്രി ഓപ്പണിങ് വേണമെന്നുള്ളതാണ്. ഓപ്പണിങ് ആവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാവരും പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുതിയ ഫീച്ചേഴ്സ് മാക്സിമം എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എല്ലാ വാഹന കമ്പനിക്കാരും ഇങ്ങനെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് താല്പര്യമുള്ള മോഡലുകളിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. ഫ്രണ്ട് റോയിൽ 2 റീഡിംഗ് ലാമ്പും റിയർ സൈഡിൽ ഒരു റീഡിംഗ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി ലാമ്പുകളാണ് നൽകിയിട്ടുള്ളത്. ബൂട്ട് സ്പേസ് വരുന്നത് 308 ലിറ്ററാണ്. ഒരു ഹാച്ച് ബാക്കിനെക്കാട്ടി കൂടുതലും, എന്നാൽ ഒരു കോമ്പാക്ട് SUV എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് വരുമ്പോൾ അത്ര വലുതുമല്ലാത്തൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സ്പെയർ വീല് വരുന്നത് സെയിം സൈസിൽ തന്നെയാണ്, 16 ഇഞ്ചിൻ്റെ സ്പെയർ വീല് തന്നെയാണ് വരുന്നത്. മാരുതി വാഹനങ്ങളുടെ ക്വാളിറ്റിയിൽ എപ്പോഴും ആൾക്കാർ ഓരോരോ രീതിയിലാണ് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടിരുന്നത്. ബലേനോ ആദ്യം ഇറങ്ങിയ മോഡൽ പപ്പടം എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഫ്രങ്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫുഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മനസ്സിലാവും. ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 88 bhp കരുത്തും 113 Nm ടോർക്ക് നമുക്ക് നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവറാണ് വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. മാരുതി എപ്പോഴും സാധാരണക്കാരുടെ വാഹനം എന്നുള്ള രീതിയിൽ പറയുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള മൈലേജ് തന്നെയാണ്. ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ 72.9 കിലോമീറ്റർ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊരു ഡെൽറ്റ പ്ലസ് മോഡലാണ്, ടോപ്പ് എൻഡ് അല്ല. അതുകൊണ്ട് ഇതിൻ്റെ കീ വരുന്നത് നോർമൽ കീ ആണ്, സ്മാർട്ട് കീ ഒന്നുമല്ല. ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടണും പിന്നെ ഒരു ഫിസിക്കൽ കീ, അത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അത് കുറച്ചുകൂടെ മാറ്റി ഒരു സ്മാർട്ട് കീ സെറ്റപ്പിലോട്ടൊക്കെ ഇനി തൊട്ട് എല്ലാ വേരിയൻറ്റും വരുമായിരിക്കും. എല്ലാവരും കോസ്റ്റ് കട്ടിങ് ഏതൊക്കെ രീതിയിൽ നടത്താൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവരുടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു. വിൻഡോ വണ്ടച്ചാണ് വരുന്നത്. ഫ്രോങ്സിൻ്റെ ഒരു മോഡലിൽ സൺറൂഫ് വരുന്നില്ല. ഇതിൻ്റെ മുകളിലോട്ടുള്ള മോഡലായ ബ്രസ് തൊട്ടേ ഉള്ളൂ ഇതിൽ സൺറൂഫ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷനും കൂടെ നോക്കാം. ഒരു ഫുൾ ത്രോട്ടിൽ കൊടുത്ത് പോകാൻ പറ്റുന്ന റോഡൊന്നുമല്ല. അതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പോകുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡല്ല, റോഡ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. റോഡ് പൊളിച്ചതാണ്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല സൂപ്പറാണ്. വാഹനം ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് പ്ലസും മൈനസും ഇട്ട് വേണമെങ്കിൽ
വാഹനം യൂസ് ചെയ്യാം. എമ്മിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ വാഹനം ഓടിക്കുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് ഓടിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.